നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി അങ്ങോട്ട് ബാണയുദ്ധം വിവരിക്കുകയാണ്. അതിന് കാരണമായത് ബാണാസുരന്റെ മകളായിട്ടുള്ള ഉഷ അനിരുദ്ധനെ സ്വപ്നത്തിൽ കണ്ടിട്ട് ആ അനിരുദ്ധനിൽ പ്രേമാർദ്രയാകുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് പറയുന്നത്. ഈ ഒരു ശ്ലോകം വസന്തതിലകം വൃത്തത്തിലാണ്. അടുത്ത 3-4 ശ്ലോകങ്ങളും ഇതേ വൃത്തത്തിലാണ്. ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹോഃ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കില ഉഷാ ത്വത്പുത്രം ഏനം അനിരുദ്ധം അദൃഷ്ടപൂർവം ത്വത്പൗത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേ അനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, ബലിസുതസ്യ മഹാബലിയുടെ പുത്രന്മാരിൽ മൂത്തവനായിട്ടുള്ള ആ ബാണാസുരൻ മാഹേശ്വരസ്യ പരമശിവനെ പ്രീതിപ്പെടുത്തിയിട്ട് സഹസ്രബാഹോഹോ അങ്ങനെ 1000 കൈകളോടുകൂടിയ ആ ബാണസ്യ ആ ബാണാസുരന്റെ മഹിത മാന്യദുഹിത പുത്രിയായിട്ടുള്ള മഹിതാദുഹിത മാന്യപുത്രിയായിട്ടുള്ള സാ ഉഷ ആ ഉഷ അദൃഷ്ടപൂർവം ഇതിനു മുമ്പ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും ത്വത് പൗത്രം ഭഗവാനെ അങ്ങയുടെ പൗത്രനായിട്ടുള്ള ഏനം അനിരുദ്ധം ആ അനിരുദ്ധനെ സ്വപ്നെ അനുഭൂയ തൻ്റെ സ്വപ്നത്തിൽ കണ്ട് അനുഭവിച്ചിട്ട് ആ അനിരുദ്ധനുമായിട്ട് രമിക്കുന്നത് സ്വപ്നം കണ്ട് വിരഹ ആതുര അങ്ങനെ വിരഹത്താൽ അവൾ ദുഃഖിക്കുന്നവളായി അഭൂത് കില അങ്ങനെ ആയിത്തീർന്നുവല്ലോ. മഹാബലിയുടെ പുത്രനാണ് ബാണാസുരൻ. 1000 കൈകളുള്ള ആ ബാണാസുരൻ വലിയൊരു ശിവഭക്തനായിരുന്നു. അങ്ങനെ ശിവനോടുള്ള അത്യധികമായ ഭക്തി കൊണ്ട് ആ ഭഗവാൻ പ്രസാദിച്ച്, അതായത് ശിവൻ പ്രസാദിച്ച് ഈ ബാണാസുരന്റെ നഗരത്തിന് ഈ ശിവന്റെ ഭൂതഗണങ്ങളും ആ ദേവന്മാരുടെയൊക്കെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഹങ്കാരത്താൽ മതിമറന്ന ആ ബാണാസുരന്റെ മകളായിരുന്നു ഉഷ. ഈ ഉഷ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അനിരുദ്ധനെ തൻ്റെ സ്വപ്നത്തിൽ ആ അനിരുദ്ധനുമായിട്ട് രമിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അങ്ങനെ അവൾ ആ സ്വപ്നം കൊണ്ടു മാത്രം അവനിൽ പ്രണയാതുരയായിട്ട് ആ വിരഹത്താൽ പീഡിതയായിട്ട് വിഷമിച്ചങ്ങനെ കഴിഞ്ഞു വന്നു. ശ്ലോകം 2. ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹോ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ ത്വത്പൗത്രമേനമനിരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂത്. ഹരിശരണം.
എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. എല്ലാ നാരായണ ഉപാസകർക്കും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണ ഭട്ടതിരിപ്പാടിനെയും വ്യാസഭഗവാനെയും ശ്രീ ഗുരുവായൂരപ്പനെയും നമസ്കരിക്കുന്നു. പൂർവികരെയും ഗുരുക്കന്മാരെയും നമസ്കരിക്കുന്നു. എല്ലാ ഈശ്വരശക്തികളെയും സ്മരിക്കുന്നു. ശ്രീമന്നാരായണീയത്തിലെ 82-ാം ദശകത്തിലെ 2-ാം ശ്ലോകം നമുക്ക് നോക്കാം. ഇവിടെയാണ് കൃഷ്ണാവതാരത്തിൽ ശിവനും ഭഗവാനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരവസരം വരാൻ പോകുന്നത്. രണ്ടുപേരും ഒന്നാണെങ്കിലും ഒരു നാടകം കളിക്കുകയാണ് രണ്ടുപേരും കൂടി എന്ന് വിചാരിച്ചാൽ മതി. മഹാബലിയുടെ പുത്രനാണ് ബാണൻ. വലിയ ശിവഭക്തനാണ്. അങ്ങനെ ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. 1000 കൈകളും കിട്ടി. അങ്ങനെ അതിബലവാനായി തീർന്നു ബാണൻ. അങ്ങനെ ബാണാസുരൻ ചോദിച്ചു, ശിവൻ ഇനി എന്ത് വരം വേണം ചോദിച്ചപ്പോൾ അവിടുന്ന് അവിടുത്തെ എല്ലാവരും എൻ്റെ കൊട്ടാരത്തിൻ്റെ കാവക്കാരായിട്ട് മാറണം എന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അതും സമ്മതിച്ച് ശിവനും സുബ്രഹ്മണ്യനും ഗണപതിയൊക്കെ ബാണാസുരൻ്റെ കൊട്ടാരത്തിൻ്റെ കാവക്കാരായി. ശോണിതപുരം എന്നാണ് അത്രയും പേര്, ഈ ബാണാസുരൻ്റെ കൊട്ടാരത്തിൻ്റെ പേര്. നോക്കൂ, ഭഗവാനെ പ്രീതിപ്പെടുത്തി വാങ്ങിക്കുന്ന വരം വിചിത്രമാണ്. തൻ്റെ കാവക്കാരനാക്കി തീർക്കാം. അല്ലെങ്കിൽ തന്നെ ഈശ്വരൻ നമ്മുടെ കാവക്കാരൻ തന്നെയാണ്. ആസുരിക ഭാവത്തിൽ തപസ് ചെയ്ത് മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ വേണ്ടി ഇത്തരം പ്രാർത്ഥനകളൊക്കെ വരിക എന്നുള്ളത് സഹജമാണ്, തമോഗുണത്തിൽ നിന്നുണ്ടാവുന്നതും ആണ്. ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോൾ 1000 കൈകളൊക്കെ ആയിട്ടുള്ളതായ ബാണാസുരന് ആരോടെങ്കിലും യുദ്ധം ചെയ്യണമെന്നൊരു മോഹം വന്നു. മഹാദേവനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിൻ്റെ കൊട്ടാരത്തിലെ കൊടിമരം വീഴുമ്പോൾ നിനക്ക് പറ്റിയ ഒരു പ്രതിയോഗി വരും എന്ന് പറഞ്ഞു കൊടുത്തു. ആ കഥാസന്ദർഭം അവിടെ നിൽക്കട്ടെ. ഇവിടെ ബാണാസുരന് അതിസുന്ദരിയായിട്ടുള്ളതായൊരു മകളുണ്ട്, ഉഷ എന്ന് പേരായിട്ട്. അതിസുന്ദരിയാണ്. അതുപോലെ തന്നെ നല്ല കഴിവുള്ളതായ ആളുമാണ്, ശ്രേഷ്ഠയാണെന്നർത്ഥം. അങ്ങനെയുള്ളതായ ഉഷ ഒരു ദിവസം ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ഒരിക്കലും പരിചയമില്ലാത്തതായ ഒരു യുവാവിനെ. അതിസുന്ദരനായ യുവാവാണ്. അധികമായിട്ടുള്ളതായ ഒരു സംയോഗമൊക്കെ ഉണ്ടായി സ്വപ്നത്തിൽ. അത് വളരെയധികം ആനന്ദം പ്രദാനം ചെയ്തു. അതുപോലെ തന്നെ ഉഷയ്ക്കൊരു കൂട്ടുകാരിയുണ്ട്, ചിത്രലേഖ എന്ന് പേരായിട്ടുള്ളതായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഏതായാലും സ്വപ്നത്തെ കണ്ട യുവാവിനോട് അതിയായ അടുപ്പം തോന്നി മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും. അങ്ങനെ ഉണർന്നു കഴിഞ്ഞപ്പോൾ ആ യുവാവായിട്ട് സംഗമിക്കണം, ഇനിയും സംഗമിക്കണം എന്നുള്ളതായ ഒരാഗ്രഹം ഉണ്ടായി ഉഷയ്ക്ക്. എങ്ങനെയാപ്പം യുവാവിനെ അറിയുക? സ്വപ്നത്തിൽ കണ്ട യുവാവിനെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. ചിത്രലേഖ എന്നുള്ളതായ യോഗിനിയാണ് അതിന് പരിഹാരം കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ബുദ്ധിമുട്ടാവും. സ്വപ്നത്തിൽ കണ്ട യുവാവിനെ വിവാഹം ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷമാവും. ഏതായാലും ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഈശ്വരാവതാരങ്ങൾ സ്വപ്നത്തിലും വരാം. ഭഗവാന്റെ തന്നെ പൗത്രനാണ് അനിരുദ്ധൻ, ഭഗവാന്റെ അംശമാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ഓർക്കാനുള്ളത്, ഒരിക്കൽ സത്യസായി ബാബ പറഞ്ഞ ഒരു കാര്യം ഞാൻ കേൾക്കുന്നുണ്ടായിട്ടുണ്ട്. ഈശ്വരീയമായ സ്വപ്നങ്ങൾ
പലപ്പോഴും യാഥാർത്ഥ്യം ആയിരിക്കും എന്ന് പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈശ്വരീയമായിട്ടുള്ളതായ സ്വപ്നങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങളും ചില അനുഗ്രഹങ്ങളും ഉണ്ടെന്നുള്ളതും ഓർക്കണം. ഉണർന്ന ശേഷം വല്ലാത്ത വിഷമത്തിലായി ഉഷ ആ യുവാവിനെ സ്വന്തമാക്കണം എന്നുള്ളതായ ഒരു താല്പര്യം ഉള്ളിലുണ്ടായി. അതിന് ശേഷമാണ് ഇനി നമ്മൾ അടുത്ത ശ്ലോകത്തിൽ കേൾക്കാൻ പോകുന്നത്. അതിവിചിത്രമാണ് ഭഗവത്ലീലകളെന്ന് എടുത്തു പറയുകയാണ് ഞാനിവിടെ. അങ്ങനെ ബാണനും ഒരു മാറ്റം വരാൻ പോകുന്നു, ഉഷയ്ക്കൊരു മാറ്റം വരാൻ പോകുന്നു. ഇവിടെ ഹരിഹരന്മാരുടെ സംയോഗവും കണ്ടുമുട്ടലും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഹരിശരണം.